അങ്ങനെ ഹിച്ചേക്കിംഗ് നൊമാഡിന്റെ വാലന്റൈൻസ് ഡേയില് റിവീൽ ചെയ്യുവാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് 4 വയസ്സായിട്ടുള്ള ഒരു ട്രോഫി ഉണ്ട് കേട്ടോ, ഒരു ലെബനീസുകാരൻ. എന്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു ലോങ് സ്റ്റോറി പറയാനുണ്ട്. ആക്ച്വലി ഇന്നലെ രാത്രി ഇന്നലെ രാത്രി റൂമിൽ പോയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ലോക്കലിൻ്റെ വീട്ടിലായിരുന്നു. ലാസ്റ്റ് പുള്ളി അവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. അയ്യോ, ചൂടും എടുത്ത് AC ഇല്ല, ചൂടും എടുത്ത് ഭയങ്കര പാടായിരുന്നു. ലാസ്റ്റ് ഒരു മലയാളിയെ വിളിച്ചു. അവരെന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഇട്ട ഡ്രസ്സിൽ നേരെ അവരോടെ വന്നു. എന്നിട്ട് രാവിലെ വേറൊരു ലോക്കൽ ഇവിടുത്തെ ഒരു ടൂർ ഗൈഡ് ഉണ്ട്, പാവം കേട്ടോ. അവൻ എനിക്ക് വേണ്ടി ഒരു ടാക്സി എടുത്ത് വന്ന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അവൻ്റെ കൂടെ പിന്നെ ഒരു മലയാളി ചേട്ടൻ, ആ ചേട്ടൻ്റെ കൂടെ ഞാൻ വന്നു. ഇവിടെ ബസ്സിൽ കയറി. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. ഈ ബസ്സിലാണ് കേട്ടോ ഞാൻ ഇനി ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സീറ്റില്ല, അതിന് പകരം എന്താണ്ട് ഈ ചെയറാണ് കേട്ടോ. ഈ ചെയറിലാണ് ഞാൻ ഇരുന്ന് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഓരോ ആളുകളുടെ സീറ്റ്. ഇങ്ങനെയാണ് ഓരോ കസേരയിട്ട് അതിലാണ് കേട്ടോ ഓരോ ആൾക്കാർ വന്നിരിക്കുന്നത്. കോമഡി കേട്ടോ. ബസ് ഇപ്പൊ എടുത്തേ ഉള്ളൂ. എടുത്ത ഉടനെ പെട്രോൾ തീർന്നു. ബസ്സിൽ പെട്രോൾ അടിച്ചിട്ടില്ല കേട്ടോ. ആളുകൾ കിടന്ന് കുറവാണ്, പെട്രോളും അടിച്ചില്ല. ബസ് ഫുള്ള് കുത്തി ആളുകളെ നിറച്ചു. എന്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ആളുകൾ കിടന്ന് പ്രശ്നം ഉണ്ടാകുന്നു. എന്റെ അമ്മോ, ഇവിടെ ഭയങ്കര ഇഷ്യൂ കേട്ടോ. ഫയലേ അവിടെ ബസ് നിർത്തി. ഇവിടെ ആളുകളെല്ലാം അടിയായിരുന്നു കേട്ടോ. അയ്യോ, കോമഡി ആയിരുന്നു. ആളുകളെല്ലാം അടിയും പ്രശ്നവും. അയ്യോ, ഇനി നമ്മളെങ്ങനെ പോകുന്ന പൈസയൊക്കെ കൊടുത്തു. ഇവിടെ ഭയങ്കര പ്രശ്നമാണല്ലോ എൻ്റെ അമ്മ. ഇനി ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു പുള്ളിക്കാരൻ, ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതിലൊരു സ്ത്രീയുടെ വീഡിയോ പതിലോ പുള്ളിക്കാരെ അവിടെ വലിയ പ്രശ്നം. നോ വീഡിയോ മീ. ഇവരുടെ ഭാഷ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് തുടക്കത്തിൽ ഇവർ ഇംഗ്ലീഷ് 2 വാക്ക് പറയും, പിന്നെ ഇവരുടെ ലോക്കൽ ഭാഷ. ഇവരിപ്പോ
ഡ്രൈവറെ വണ്ടി നിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവറിനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലും നമ്മള് വണ്ടി ഓട്ടിക്കുന്ന ആളൊന്നും അറിയില്ലല്ലോ, അപ്പൊ ഡ്രൈവർ എന്നല്ലേ പറയുന്നത്. ഇവരും അതുപോലെ ഡ്രൈവർ ബളബള, പിന്നെ ബാക്കി അങ്ങനെ അവരെല്ലാ കാര്യത്തിലും വേറെ അറിയും ബളബള അങ്ങനെയാണ് കേട്ടോ. ഇവർ തുടക്കത്തിൽ ഇംഗ്ലീഷ് തൊട്ട് തുടങ്ങും, പിന്നെ ബാക്കി അവരുടെ ലോക്കൽ ലാംഗ്വേജ് വെച്ച് കണ്ടിന്യൂസ് ചെയ്യും. എനിക്ക് അറിയില്ല കേട്ടോ. കുറെ പേരൊക്കെ വേറെ വണ്ടി കയറിപ്പോയി, ഇമാര് പൈസയും തരുന്നില്ല, വേറെ അവസ്ഥ കേട്ടോ. 6 മണിക്ക് എടുത്ത ബസ്സാണ്. ഇപ്പൊ തന്നെ സമയം 8 മണിയായി. 2 മണിക്കൂർ പോയി. ഇനി 9 മണിക്ക് വേറെ ബസ് വരുമെന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ പോയി. അവിടെ ഡ്രൈവറാണോ എന്ന് തോന്നുന്നു, ബസ്സിന്റെ മുതലാളിയാണോ, അവിടെ അടി നടക്കുന്നു. ഇവിടെ എപ്പോഴും അടിയാണ്, ഫുൾ അടിയാണ്. ഇവിടെ ഓരോ ആളുകളൊക്കെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. കണ്ടില്ലേ? കോമഡി കേട്ടോ. അതായത് ഞാനിവിടെ ഇരുന്ന് ഞാനൊരു സെൽഫി എടുത്തു. അപ്പൊ ഈ ബസ്സിന്റെ മുതലാളി വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നോ എന്ന്. എന്താണ് ഇവിടെ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പൊ ആൾക്കാരെല്ലാം വേണ്ടി എനിക്ക് വന്ന് കൂടി. ആൾക്കാർ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? കാരണം ആളുകൾ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഈ ബസ് ഡ്രൈവർ ഇങ്ങനെ കാണിച്ചത്. അതുകൊണ്ട് ആൾക്കാരെല്ലാം ബസ് മുതലാളിയുടെ അടുത്ത് ഇങ്ങനെ പറയാം, ബസ് വീഡിയോ എടുത്താൽ എന്താ പ്രശ്നം, അത് അവന്റെ ഇഷ്ടം, അങ്ങനെയാണെന്ന് പറഞ്ഞു. From India. You speak Indian? Yeah. My friend in Pakistan. Your friend Pakistan. What is saying? He said you video the people. All the passengers. You post on social media. But it's okay for you? Yeah. But he's like, He's going crazy. Yeah, he's going crazy. ആൾക്കാരെല്ലാം സപ്പോർട്ടാണ്. ഹലോ, എല്ലാ ആൾക്കാരും സപ്പോർട്ടാണ് കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനെ പ്രശ്നം വന്നോണ്ട്, അല്ലാതെ ഇവരുടെയൊക്കെ വീഡിയോ എടുത്താൽ ഇവർക്കും പ്രശ്നമാണ്. ഇപ്പൊ ബസ് വന്നു എന്ന് പറഞ്ഞ് ചാടി ഓടി കയറിയതാണ്. ഇപ്പം പറഞ്ഞു ഈ ബസ്സല്ലാന്ന്. ഇതിന്റെ ഇടയിൽ എനിക്ക് രാവിലെ കുറച്ച് ഫ്രൂട്ട്സും ആയിട്ടെ. ബ്രോ താങ്ക് യു കേട്ടോ, താങ്ക് യു. ഈ സാധനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ്. എൻ്റെ നാട്ടിലെ മുള്ളാത്തി ചക്ക, മുള്ളങ്ങനെ എന്താണൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ വന്നപ്പോഴേ വിചാരിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കഴിക്കണമെന്ന്. അവസാനം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. വാ, ഇതിൻ്റെ ബാക്കി പകുതി ചേച്ചിക്ക് കൊടുത്തു. അടിപൊളി കേട്ടോ, നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ മറ്റേ ചേട്ടൻ്റെ അവിടെ നിന്ന് നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ രാവിലെ 5:45 ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ വല്ലതും ഉണ്ടോ? ചേട്ടാ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ചോദിക്കാന്നു, മൈന ചോറ് കഴിക്കുന്നു, ലേശം ചോറ്, മൈന ചോറ് കഴിക്കുന്നു, ലേശം ചോറ്. പാവം കേട്ടോ. ഇവിടെയുള്ള എനിക്ക് ആക്ച്വലി സെറാലികളിലുള്ള എനിക്ക് എല്ലായിടത്തുള്ള മലയാളികളെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ സെറാലിയോളിൽ പിന്നെ വന്നപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വൈബ് ഉണ്ട്. ഇവരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പോയി എല്ലാവരും നല്ല സ്നേഹമായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ ഒരു ഭയങ്കര നല്ല പോലെയാണ് കേട്ടോ വെൽക്കം ചെയ്ത. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇസ്രായേലിന് ആ ഒരു ഇങ്ങനെ മലയാളികളിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് മോശം അനുഭവമാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മലയാളികളെ മാത്രമാണ് മീറ്റ് ചെയ്തത്. അവരെല്ലാം നല്ലതായിരുന്നു. പിന്നെ മുമ്പൊക്കെ ഞാൻ മലയാളി എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു. കെനിയയിൽ ഓണം കൂടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഉഗാണ്ടയിൽ കെനിയൻ മലയാളീസിൻ്റെയൊക്കെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ നല്ല അടിപൊളിയായിരുന്നു. ഇവരുടെ അടുത്ത് പറഞ്ഞു വീക്കെൻഡൊക്കെ നിന്നിട്ട് പോവാം. പിന്നെ എനിക്ക് സമയമില്ല. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സെവിൻ ബ്രോ കേൾക്കാനാണ് കേട്ടോ. ഇത് ഒരു മലയാളിയാണ് കേട്ടോ, സെവിൻ ബ്രോ എന്ന് പറഞ്ഞ ഇവിടുത്തെ. പുള്ളിയുടെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇന്നലെ പിസയൊക്കെ കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പുള്ളി പറഞ്ഞു കൊള്ളാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ സെവിൻ ബ്രോ കൊള്ളാം കേട്ടോ. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞോല. അപ്പോൾ ആദ്യച്ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പം ബസ് വരുമെന്തോ. അവര് പറഞ്ഞ 9 മണിയാണ്. ഇപ്പൊ സമയം 9:15. ഞാൻ ബസ്സിന്റെ അകത്ത് കയറി. ബസ് സീറ്റിൽ നിന്ന് വേറെ സീറ്റിലോട്ട് പോവാണ്. ചൂട്. ഇവിടെ വേറൊരു ബസ് വന്ന് എല്ലാ ആൾക്കാരും വേറൊരു ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഞാനും അങ്ങനെ സീറ്റ് പിടിച്ചു. എന്തൊരാശ്വാസം. പുള്ളിക്കാരി ഇത് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കൊടുത്ത ആത്തിച്ചക്ക കഴിച്ചോണ്ടിരിക്കുകയാണ്. വനമാല വന്ന പോലെ എല്ലാരും ഇറങ്ങിപ്പോവാണ്. ഞാൻ കഴിച്ച് എൻ്റെ ഇത് മതിയായി. ഞാൻ 2 പേർക്കും കൊടുത്ത്. 2 ചേച്ചിമാര് നല്ല കമ്പനി കേട്ടോ. ഞാൻ കൊടുത്തപ്പോ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇത് കഴിക്കുവാണ് കേട്ടോ. പക്ഷെ ഫുള്ള് പഴുത്തില്ല, അതാ പ്രശ്നം.
അങ്ങനെ ഈ കാണുന്ന ബസ്സിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ പോവാൻ വേണ്ടി പോവുകയാണെന്ന് എപ്പോഴും വരുന്നു കേട്ടോ. അത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെ എൻ്റെ ഫ്രീ ടൗൺ വിടുവാണ്. ഫ്രീ ടൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ നെക്സ്റ്റ് ടൈം വരും. അതാണ്ടേ ക്രിസ്റ്റസ് ഡ്രൈവിംഗ് സ്കൂൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. ഇനി ഇതിപ്പോൾ എപ്പോൾ എത്തുന്നുണ്ടോ, നല്ല ലക്ഷറി ഒന്നും അല്ല. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടി. മറ്റേ സ്റ്റൂളിലിരുന്ന് പോവേണ്ട അവസ്ഥയിൽ ഇപ്പോൾ സീറ്റെങ്കിലും കിട്ടി. ഇവിടെ എന്തോ പാർട്ട് ടൈം ഇതൊക്കെ സംഭവങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ ആകെ ഈ ഒറ്റ ഒരു ഓട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇവർ മറ്റേ ഇത് വെച്ച് കൂളിംഗ് വെച്ചാക്കിയ. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കണ്ടില്ലേ. ഗുഡ് വർക്ക്. എനിക്ക് വേണ്ടി ഇങ്ങനെ കാറ്റ് വീശി തരുവാണ് കേട്ടോ. എന്തൊരു ലക്ഷറി അല്ലേ. ഇതിലും വലിയ ലക്ഷറി പരിചാരകയാണ് കേട്ടോ. യു ആർ മൈ പരിചാരക. പരിചാരക മീൻസ് പരിചാരക. ഇറ്റ് മീൻസ് പരിചാരക. മനസ്സിലായെന്ന് കേട്ടോ പരിചാരക. അമേരിക്കൻ. Do I look American? I look like Indian. Then maybe I'm Indian. I'm Indian, yeah. സത്യം പറയാലോ ആ കാറ്റ് വീശിയില്ലെങ്കിലേ. വാട്ട്സ് യുവർ നെയിം? ജെ എന്നാണ് കേട്ടോ പേര്. Why are you going to Bob? Why are you going to Bob? We are going to open a branch hospital, organic skincare. Skincare. I have a lot of pimples. Can you treat my? You help me. Must you treat your skin? I will treat my skin already because this one is plenty. Yes, because I have something I'm treating it, and that's why it's working. അവരെന്തോ സ്കിൻ കെയറിന്റെ എന്തോ തുടങ്ങാൻ വേണ്ടി ബോയിലോട്ട് പോകും. You living in free town? Yes. I usually go to ബിസിനസ്സുകാരാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ആഫ്രിക്കൻ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ബിസിനസ് ലൈഫ് ഈസ് ബിസിനസ് ആണ് കേട്ടോ. ആഫ്രിക്കൻ വുമൻസ് ലൈക്ക് ബിസിനസ് ഈസ് ഗുഡ്. അതായത് ഞാൻ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എസ്പെഷ്യലി ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കൺട്രി മോസ്റ്റ്ലി മനസ്സിലായില്ലേ ഇവരെല്ലാം ബിസിനസ്സാണ് കേട്ടോ. എല്ലാം ഒരു കേക്കെങ്കിലും ഇവരുണ്ടാക്കിയിട്ട് കോളേജ് ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇവരെല്ലാവരും വാട്സപ്പാണ്. വാട്സപ്പ് സ്റ്റോറീസ് ഇവരുടെ പ്രധാന വിനോദമാണ്. വാട്സപ്പ് സ്റ്റോറീസ് ആണ് ഇവർ എപ്പോഴും ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ വാട്സപ്പ് സ്റ്റോറീസ് സ്റ്റാറ്റസ് ഒന്നും നോക്കാറില്ലല്ലോ. പ്രായമുള്ളവരാണ്. ഞാനൊക്കെ വാട്സപ്പ് സ്റ്റോറീസ് നോക്കാറേ ഇല്ല. നോക്കിയാൽ അതൊന്നും തീരൂല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇടാറുമില്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ വാട്സപ്പ് സ്റ്റോറീസിലാണ് എല്ലാ ഇവരുടെ അപ്ഡേറ്റും ഫണ്ണായിട്ടുള്ള ജോക്സ്. ഇവർ ജോക്ക് ഭയങ്കര ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുണ്ട്. ട്രോള് മീമുകളെ. അപ്പോൾ ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവര് എവിടെ ആയാലും ഇപ്പൊ ഇവിടെ ആയാലും നമ്മൾ സ്ട്രീറ്റിലായാലും ഒരാൾക്കാരും വീട്ടിൽ വെറുതെ ഇരിക്കില്ല. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു കപ്പലിയെങ്കിലും വാങ്ങിച്ച് നിറച്ച് അത് പ്ലാസ്റ്റിക്കിൽ ചുറ്റി കൊണ്ടുനടക്കും. കുട്ടികളാണെങ്കിൽ 1 രൂപയുടെ വെള്ളം. മനസ്സിലായല്ലേ? ബിസിനസ് ലേഡി. 10:36 ബസ് തിരക്കിട്ട് പോകുന്നില്ല. 5 മണിക്കൂറായ കേട്ടോ. അയ്യോ ഈ സമയം ഞാൻ ബോന്ന് പറയുന്ന സ്ഥലത്ത് എത്തേണ്ടതാണ്. ഇന്ന് ഞാൻ ലൈബ്രറി എന്തായാലും ക്രോസ് ചെയ്യണേ. രാത്രി എനിക്ക് വയ്യ. ഇനി എന്തായാലും ബോയിന്ന് വേറെ വണ്ടി വല്ലതും എടുത്ത് പോവാ. ഹിച്ചയ്ക്കാൻ വയ്യ. ഈ കാണുന്ന ബസ്സാ. അവിടെ നിർത്തി ആളുകൾ വെള്ളമൊക്കെ വാങ്ങുന്നു. അധികം ദൂരം പോയിട്ടില്ല കേട്ടോ. നമ്മൾ താണ്ട ടൗണിന്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ ആളുകൾ വെള്ളം വിൽക്കുന്നു. ഇവിടുത്തെ ബ്രെഡിന്റെ കളർ കണ്ടില്ലേ? മഞ്ഞ കളർ കേട്ടോ. മഞ്ഞ കളർ ബ്രെഡാണ് ആൾക്കാർ കൊണ്ടുവന്ന് ഇട്ട് വിൽക്കുന്നത്. ഇവിടെ ബസ്സിൽ നിന്ന് എനിക്ക് താണ്ട പുള്ളിക്കാരി തന്നെ ഒരു ഫാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫാൻ പുള്ളിക്കാരി നോക്കുന്നില്ലല്ലോ ഞാൻ ഇത്ര നേരം ഫാൻ ആക്കിയിട്ട്. I'm doing it for you. You're not looking at me. Very quick, but there's something really I want to pass this morning. Quickly, then we sisters them. We don't see that police station. Do ya? This answer for our girls. The police station because enough funny. I never know that the government don't pass a law for saying that 15 years imprisonment. This man is so. നമ്മുടെ
നാട്ടിലെ തബ്ലീഗുകാരെയൊക്കെ പോലെ, അതായത് ഇസ്ലാമിക് പ്രീച്ചിങ് നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അതില് ഒരു കയ്യില് പുള്ളിക്കാരെന്തോ അല്ലാഹ് എന്തോ ഗ്രേറ്റസ്റ്റ് ആണോ അങ്ങനെ എന്തോ ഒരു പ്ലക്കാർഡ് നോക്കി ഒരു തൊപ്പിയൊക്കെ വെച്ച് എന്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഏതോ ഒരു സ്ത്രീയെ കണ്ടു, എന്തൊക്കെ പറയുന്നു കേട്ടോ. ഒരു തസ്ബി കയ്യിലുണ്ട്. Wallahi, my beloved brother, my beloved sisters, let me Wallahi, my brothers and sisters. These guys, we don't beg this money. ഈ ആളുകൾ ആരും ബഗ്ഗിയാറില്ല എന്നത്. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم لا إله إلا الله يا الرحمن يا الله لا إله إلا الله يا الرحيم يا الله لا إله إلا الله يا مالك يا الله لا إله إلا الله يا قدوس يا الله لا إله إلا الله يا سلام يا الله لا إله إلا الله يا عزيز يا الله لا إله إلا الله يا جبار يا الله لا إله إلا الله يا متكبر يا الله لا إله إلا الله يا خالق يا الله كأميد مجيد. Oh God Almighty, I don't hand over the boss now you fear. God, I did not need Jibril. പുള്ളിക്കാരൻ 15 വർഷം എന്തോ ജയിലിൽ കിടന്നു, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഈ തബ്ലീഗിന്റെ ഇടയിൽ പുള്ളിക്കാരൻ ഈ പ്രീച്ചിങ്ങിന്റെ ഇടയിൽ പൈസയൊക്കെ ആവുന്നുണ്ട്, അതായത് ആളുകൾ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കയ്യിൽ പൈസ ഉണ്ട്. God, Allah Rabbil Alamin Ar-Rahmanir Rahim مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين Amen. Safe journey, my brothers and sisters. You do a lot. Whoever wants to help his brother, for let I will take a bike back and return back a shell. It's not only love, because God said, "Una love, una self." പുള്ളിക്കാരൻ പ്രീച്ചിങ് ഒക്കെ നടത്തിയിട്ട് പറയുകയാണ് ഇനി പുള്ളിക്കാരന് ബൈക്ക് എടുത്ത് തിരിച്ചു പോകണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ എന്നെ സഹായിക്കാം. എല്ലാരും എന്നിട്ട് എല്ലാരും വിളിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരനെ ഷേക്ക് ഷേക്ക് എന്നാണ് എല്ലാ ആൾക്കാരും വിളിക്കുന്നത്. ഷേക്ക് ഷേക്ക് ഇങ്ങോട്ട് വാ, പൈസ തരാന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത്. എന്നിട്ട് ആൾക്കാരൊക്കെ പുള്ളിക്കാരൻ പോവുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ വന്ന് കുറച്ച് വാക്യങ്ങൾ കുറച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയ പുള്ളിക്കാരനെ കളിയാക്കുന്നതല്ല, എന്നാലും അങ്ങനെയൊക്കെ വാക്യം നടത്തിയ ഇവിടെ ആളുകൾ ഷേക്കാവും. മനസ്സിലായല്ലോ, നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ആവുന്ന പോലെ നമ്മുടെ കേരളത്തിൽ അത് നടക്കൂലല്ലോ. നമ്മൾ കേരളം വിട്ട് പോയാലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മൾ 2 ആയത്തും 2 ഖുർആനൊക്കെ പഠിച്ച നമ്മൾ സ്കൂളിലൊക്കെ എന്ന് പറയുമ്പോൾ, ഞാനും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ പറയും എനിക്ക് അറബി അറിയാമെന്ന് പറയും. എന്നിട്ട് ഖുർആനിലെ കുറച്ച് സൂറത്തൊക്കെ അറിയാമല്ലോ, കൊച്ചിനെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഏതെങ്കിലുമൊക്കെ പറയും. ഖുൽ ഹുവല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ഓതുന്ന രീതിയിൽ പറയാതെ ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെയൊക്കെ പറയും. മനസ്സിലായില്ലേ? അതുപോലെ ഇവരും വല്ലതൊക്കെ അറിഞ്ഞിട്ട് വന്ന് പറഞ്ഞ ഇവിടെ ഷേക്കാവും കേട്ടോ. That patient on a patient for sit for wait. Let it pick up calm and move from here and go and pick up. Let go to my house simply. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇവരുടെ മതസൗഹാർദ്ദമാണ്. ഒരു മുസ്ലിം വന്ന് പ്രീച്ച് ചെയ്തിട്ട് പോയി, അടുത്തതാണ്ട് ഒരു ക്രിസ്ത്യനാണ് വന്ന് പ്രീച്ച് ചെയ്യുന്നത്. But today transportation make us to become one family. If you got another plan, when I evil plan, I pray I let God terminate your power. It's a God in it. നമ്മുടെ എന്റെ അടുത്തിരിക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി തട്ടമൊക്കെ ഇട്ടപ്പോൾ ഉള്ള സുന്ദരിയാണ് കേട്ടോ. ഈ ചേച്ചിയാണ് കേട്ടോ. തട്ട ഇട്ടപ്പോ കണ്ടില്ലേ, സുന്ദരിയായിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഇവിടെ ഒരു പ്രീച്ചിങ് കഴിഞ്ഞു. എനിക്കൊന്ന് നിന്നിട്ടോ അവര് പൈസ വാങ്ങും, അതാണ് പരിപാടി എന്നൊന്ന്. ഇവരുടെ മതസൗഹാർദ്ദമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവരുടെ മതസൗഹാർദ്ദം
മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നത്. അത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 75% മുസ്ലിംസും 25% ക്രിസ്ത്യൻസ് അങ്ങനെയാണല്ലോ. ഇവിടെ ഈ പുള്ളിക്കാരൻ നമ്മുടെ പ്രീച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫുള്ള് പരസ്യമാണ് കേട്ടോ. എത്ര സാധനങ്ങളെന്നാണ് ഇവിടെ നിന്ന് വിറ്റോണ്ടിരുന്നത്. നല്ല വിലയ്ക്ക് ഓരോ സാധനങ്ങള് ആൾക്കാരുടെ ഇങ്ങനെ സംസാരിപ്പിച്ച് കയ്യിലെടുത്ത് ഓരോ സാധനങ്ങൾ വിൽക്കുകയാണ്. ബാമുകള്, സോപ്പുകള്, ലോഷനുകള്. കച്ചവടക്കാരനാണ് കേട്ടോ. അടിയാണ് കേട്ടോ ഫുള്ള്. അയ്യോ വലിയ ജേടിയായിരുന്നു കേട്ടോ. 2 മണിക്കൂർ. വലിയ ജേടി എന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടി മാത്രമേ കഴിയുള്ളൂ. നമ്മളൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. എല്ലാവരും പാടത്തിലോട്ട് പോയിട്ട് മൂത്രമൊഴിക്കുന്ന പരിപാടി കാണാൻ കഴിയും. ഞാനും പോട്ടെ. അവിടെ ബസ്സിൽ പുകയും ഇതൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ആൾക്കാരെല്ലാവരും എന്താ ബസ്സിന് ഇനി എന്തെങ്കിലും പറ്റുമോ അള്ളാഹ്ക്കറിയാം. ഇവിടെ ആളുകള് നമ്മുടെ ചെടിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയെ പുഷ്പബലമാക്കി. ഞാനും ആക്കി. ഞാൻ ഇനി വണ്ടിയുടെ അകത്തോട്ട് ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെ എന്നിട്ടും അവര് ഒരു ചെയറൊക്കെ ഇട്ട് ആൾക്കാരെ കയറ്റുവാണ്. അതുകൊണ്ട് അതില് അല്ലാഹ് ഈസ് വൺ എന്നൊക്കെയാണ് കേട്ടോ. എല്ലാ ആൾക്കാരും നടന്ന് മാവി മരത്തിന്റെ ചൂട്ടിൽ പോയിരിക്കുവാണ്. റോഡിന്റെ അപ്പുറത്ത് വീട്ടിൽ പോയിരിക്കുവാണ് കേട്ടോ. ബസ് ഇതുവരെയായിട്ടും എടുക്കുന്നില്ല. എല്ലാരും മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടും. ഇവിടെ കച്ചവടങ്ങൾ നടക്കുവാണ്. അടുത്ത സ്റ്റോപ്പിൽ നമ്മുടെ വണ്ടി ഇറത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ അവിടെ വിൽക്കുന്നുണ്ട് ആൾക്കാര്. രാവിലെ 6 മണിക്ക് ബസ് കയറിയ ഞാൻ അങ്ങനെ 10 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. വൈകിട്ട് 4:30 5 മണിയായപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബോർഡറിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ജേണി ഉണ്ട്. ഒരു 100 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. പക്ഷെ അതെനിക്ക് എത്താൻ പറ്റില്ല. ബോർഡറിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ബോർഡറിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഉള്ളത് ബോ എന്ന് പറയുന്ന ടൗണാണ്. BO ജസ്റ്റ് 2 വാക്കുകളേ ഉള്ളൂ. അങ്ങനെ അവസാനം ബോറിങ് യാത്രയായിരുന്നു കേട്ടോ. പിന്നെ കുറെ ഉറങ്ങിയോണ്ട് സമയം പോയി. അങ്ങനെ ഞാൻ ബോ നഗരത്തിന്റെ സ്ട്രീറ്റിലെത്തി. ഇനി ഞാൻ അടുത്ത ബസ് പിടിച്ച് പോയാൽ ഞാൻ ബോർഡറിൽ വല്ലതും കിടക്കേണ്ടി വരും. ബോർഡർ അടയ്ക്കും. ഞാൻ നോക്കട്ടെ. ആക്ച്വലി ഞാൻ ബസ്സിൽ പരിചയപ്പെട്ടാണ്. അച്ഛനും മോളോ ആണെന്ന് തോന്നുന്നു. ഇവരെവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കെന്തോ ഇങ്ങനെ സംസാരിച്ചെന്തോ സ്റ്റേ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അഥവാ ചീപ്പ് പ്രൈസ് ആണോ അങ്ങനെ എന്തോ. ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മളങ്ങനെ ഒരു ബൈക്ക് ടാക്സി കയറിയിട്ട് എങ്ങോട്ടോ പോവാണ്. നമ്മുടെ കറക്റ്റ് കേരളം പോലെ അല്ലേ. ഇതാ ആ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കേ. വാഴ, തെങ്ങ്, പപ്പായ, തെങ്ങ് എല്ലാം അടിപൊളി കേട്ടോ. കറക്റ്റ് നമ്മുടെ കേരളം പോലെ. മിനി കേരളമാണ് കേട്ടോ. ഞാനിപ്പോ കേരളത്തിലാണ്. അടിപൊളി കേട്ടോ. ഞാൻ പോട്ടെ. അവിടെ പോകുന്ന സ്റ്റേ സ്ഥലമൊക്കെ എങ്ങനെയാ നോക്കട്ടെ. എന്നിട്ട് ഞാൻ സ്റ്റേ ആണെന്ന് വിചാരിച്ചത് നാളെ ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായി. അതിന് വേണ്ടിയാണ് കേട്ടോ. നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് വീഡിയോ കണ്ട അതിനർത്ഥം ഞാൻ പാടുപെട്ട് എഡിറ്റ് ചെയ്തു എന്നാണ്. മനസ്സിലായില്ലേ? കണ്ടിട്ട് ഏതോ ഒരു വലിയൊരു ഹോട്ടലാണല്ലോ. ഓരോ സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടക്കുവാണ്. ഫസ്റ്റ് സ്ഥലത്ത് പോയി അവിടെ അവര് എന്തോ അറിയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോ ഇവിടെയും സ്ഥലമില്ല എന്നോ ഒന്നും അറിയില്ല. 300 കേട്ടോ. 300 എന്ന് പറയുമ്പോൾ $10 വരും കേട്ടോ. ഞാൻ ഈ കാണുന്നതാണ്ട് ഇത് ഒരു ലോക്കൽ ഒരു സെറ്റപ്പ് സംഭവമാണ്. അവിടെ സാധാരണ ആയിട്ടുള്ള ആളുകളുടെ വീടുകളും സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് റൂം. ഇവിടെ കറണ്ടും വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് കട്ടില്. പുള്ളിക്കാരിയുടെ അച്ഛനും ഉണ്ട്. അവര് കഴുകാൻ വേണ്ടി എന്തോ ഡ്രസ്സ് ഇടുവാണെന്ന് തോന്നുന്നു. ഇവിടെ വേണ്ട ഒരു ചെറിയ കുഞ്ഞ് വാഷ്റൂം. ഇതാണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം. കേട്ടോ നല്ല രസമുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഹലോ. Hello. How are you? I'm fine. You wanna say something? No. Okay.
ഞാൻ എൻ്റെ അടുത്ത് ഈ ടീഷർട്ട് പറഞ്ഞിട്ടെ നീ ഇത് ഇട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇട്ടിട്ട് എന്നാന്ന് ഞാൻ നാളെ രാവിലെ തരും. I don't want. I will keep it tomorrow, okay? I give you back, okay? It's okay? It's fine? Yes. Okay? No, I want you to take because it's new. Yeah. You can take it. You can go with it. It's a No. remembrance. You will remember that one of my friends give me. I have to give you gift. One No. of- Is that Valentine's Day gift? Is it my Valentine's Day gift? Yes, it's Valentine gift. Valentine's Day gift? Valentine gift. Valentine gift. ഓക്കെ. ആ കാണുന്ന റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഇവിടെയാണ് കേട്ടോ, പുള്ളിയുടെ അച്ഛനാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, പുള്ളിയുടെ മകളാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെയാണ് കേട്ടോ ആക്ച്വലി റൂം ഷെയർ ചെയ്യുന്നത്. ഞാൻ റൂമിൽ വന്നപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പുള്ളിക്കാരെ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി പൈസ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നത്. കാരണം നിങ്ങൾ റൂം എടുക്കണമെങ്കിൽ ഞാനിവിടെ പൈസ തരാം, അപ്പോൾ 3 പേരുടെ റൂമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുമല്ലോ. ഇവിടെ വന്നപ്പം പുള്ളിക്കാരി എൻ്റെ ഇവിടെ ആ റൂമിലാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരിയുടെ അച്ഛൻ ഇവിടെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്ല നടക്കും. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അച്ഛനും ഒരു മോളും എവിടെയെങ്കിലും യാത്ര പോകുന്നു, അപരിചിതനായിട്ടുള്ള ഒരു യുവാവ് സെയിം ലെവൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവ് വരുന്നു, അവർ റൂം എടുക്കുന്നു, മോളെ മറ്റൊരു യുവാവിൻ്റെ കൂടെ ഉള്ള റൂം, അതൊക്കെ നടക്കും. അത് ഇവിടെ നടക്കും കേട്ടോ. ഇവിടെ ഒന്നും പ്രശ്നമല്ല, അച്ഛൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെയാണ് കേട്ടോ. ചേച്ചി അനിയത്തി എന്ന് പറഞ്ഞുകൂടാ, ചേച്ചിയാണ് കേട്ടോ. ആ പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞാൻ ഇപ്പം എന്തോന്നു ചേച്ചി എന്ന് ഉപയോഗിക്കുന്നത്. കാരണം എപ്പോഴും എൻ്റെ വായിന്ന് വരുന്നത് പുള്ളിക്കാരി എന്ന് പറയുന്ന വാക്കാണ്, പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ആളുകൾക്ക് അത് ആഭാസ വാക്കൊക്കെ പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാറില്ല. പല ആളുകളുടെ കമൻറ്റ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേച്ചി എന്ന് വിളിച്ച് ഞാൻ കാണുന്നവരെ പുള്ളിക്കാരി എന്ന് വിളിക്കില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെയാണ് എൻ്റെ വായിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിപ്പോൾ കുറച്ച് കൊണ്ട് എൻ്റെ ചേച്ചി എന്നാണ് വായിൽ വരുന്നത്. പിന്നെ എല്ലാ ആൾക്കാരെയും പുള്ളിക്കാരി എന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അവിടെയാണ് ഞാനും ചേച്ചിയും സ്റ്റേ ചെയ്യുന്നത്. ചേച്ചി എനിക്ക് മുടി അഴിച്ച്. ഹൗ ഓൾഡ് ആർ യു ബൈ ദ വേ? Me? I'm 20. You are 20? Yes. I thought you are elder. No, I'm 20. എൻ്റെ അനിയത്തിയാണ് കേട്ടോ. Your daddy is okay, like you don't have problem, because I didn't thought that, I thought you staying with your father, No. but it's not problem here. No problem. No problem. No problem. What did your father said? He said no problem. Your father want to stay. Sorry, your father want you to stay with me, or you want to stay with me? I want to stay with you. I'm the one who want to stay with you. That's why my dad said, okay, you want to stay with you. I don't have problem with that. You can stay with him. You like this man. You never know this man. You just like this man. പുള്ളിക്കാരി പറഞ്ഞത് I like this man. അനിയത്തി പറഞ്ഞത്, അതായത് ഈ കുട്ടി പറഞ്ഞത്, അതായത് അവളാണ് പറഞ്ഞത് ഞാനും എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാം, ഇവന്റെ റൂമിൽ സ്റ്റേ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛൻ ചോദിച്ചു, നിനക്ക് അവനെ ഇഷ്ടമാണെന്നല്ലേ എന്ന്. എന്തൊക്കെയാ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസ്കാരം അറിയാലോ, ആഫ്രിക്കൻ സംസ്കാരം ഇവിടെ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവര് കുറച്ച് മിക്സഡ് ആണ് കേട്ടോ. ഇവിടെ ചില ഫാമിലീസിലൊക്കെ കോമഡി എന്ന് പറയുമ്പോൾ, അതായത് അച്ഛൻ അമ്മ ഞാൻ ഒരു അയോണിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പറയുന്നതാണ്. പക്ഷെ അതൊരു വാസ്തവം കൂടിയാണ്. ഇവിടെ അച്ഛൻ അമ്മ 2 കുട്ടികളുണ്ടെന്ന് വെച്ചോ, ചിലപ്പോൾ ഞായറാഴ്ച ആകുമ്പം അച്ഛൻ വേറൊരു ആളെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ഗേൾഫ്രണ്ടുമായിട്ട് കറങ്ങി നടക്കും, അമ്മ വേറൊരു ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങി നടക്കും, മകൻ വേറൊരു ഗേൾഫ്രണ്ടുമായിട്ട് കറങ്ങി നടക്കും, മകള് വേറൊരു ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങി നടക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഫാമിലി ജീവിതം. ഭയങ്കര പോളിഗമസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ എന്താ പറയുക, മോണോഗമി ആയിട്ടുള്ള, അതായത് മോണോഗമി എന്ന് പറയുമ്പം ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും. പോളിഗമസ് എന്ന് പറയുമ്പോൾ പല ആളുകളെടുത്ത് ബന്ധം പുലർത്തി ജീവിക്കുന്ന ആ ഒരു സമ്പ്രദായം. അതിന്റെ കറക്റ്റ് മലയാളം എനിക്കറിയാം. ഇപ്പൊ പോളിഗമസ് ഇവിടെ കൂടുതലാണ്. സാധാരണ മുസ്ലിങ്ങളിൽ ധാരാളം പോളിഗമസ് ഉണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ പോയാൽ അവിടെ 4 കല്യാണമാണല്ലോ, ഇവിടെയും അത് കാണാൻ സാധിക്കും. ഇവിടെ മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യാനികളിലും ഈ പോളിഗമസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതേസമയം നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ കൾച്ചർ വേറെ ആണല്ലോ. അത് ഹിന്ദു ആയാലും നമ്മൾ മുസ്ലിങ്ങളായാലും നമ്മൾ ക്രിസ്ത്യൻസ് ആയാലും നമ്മൾ പണ്ടുണ്ടായിരുന്ന നമ്മുടെ യഹൂദരായാലും ജൂതരായാലും നമ്മുടെ നാട്ടിൽ ആ ഒരു കൾച്ചറല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ ബഷീർ ബാഷി മാത്രമേ ഉള്ളൂ കേട്ടോ. അവരാണല്ലോ ഫേമസ്, അതുകൊണ്ടാണ് അവർ ഫേമസ് ആയി. ഇവിടെ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുഡ് സ്റ്റോറി. എന്റെ അമ്മ പുള്ളിക്കാരി വിചാരിക്കാം, അപ്പൊ എന്നിട്ട് എന്റെ വീട്ടുകാർ കാണുന്നതാണിത്.
It's so funny. Oh. So they said, hey, why? How comes you have this pregnant? I said, you remember that when I bring in this house? They said, here is the man. I don't have the man caught. I said, I don't know. I don't have any of his number. My family, they shout. How old she is now, your daughter? My daughter is 4 years old. എൻ്റെ അമ്മ 18 വയസ്സിൽ ഇപ്പൊ 4. So when you were 16? Yes, I'm 16 that time. So my dad want to go mad. He said, he said, what kind of problem is this you put me on? What kind of this situation you put us on? I said, it's a mistake. I asked for you forgive. I said, please forgive. So now he so that's you. why when my daddy keep on seeing me with my mother is watching this video. She will kick me. Okay. Okay, you started again also like someone that you did not know. You are not learned your lesson. That man come, you take him to be your family. Everyone like him. The man just go like that. He never call you. കഥ പറഞ്ഞുതരാം. അതായത് പുള്ളിക്കാരി 16 വയസ്സിൽ കേട്ടോ, 16 കൊച്ചിന് വേറെ പണിയൊന്നുമില്ല. 16 വയസ്സിൽ ഇതൊക്കെ ഇവിടെ കോമൺ ആണ്, കണ്ടില്ലേ? ഇത് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. 16 വയസ്സിൽ എവിടെ നിന്നോ ഒരു ലെബനീസ് ആയിട്ടുള്ള ഒരാളൊക്കെ ഉണ്ട്. ലെബനീസ് അങ്ങനെ പുള്ളിക്കാരി വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീട്ടിലെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ എന്തോ നടന്നു. അങ്ങനെ പുള്ളിക്കാരി ആക്ച്വലി ഗർഭിണിയായി. അവൻ പോയി, അവൻ നമ്പർ പിന്നീട് മെസ്സേജ് ഒന്നും അയച്ചില്ല. അപ്പോൾ പുള്ളിക്കാരി പിന്നീട് എന്തോ വയ്യാതൊക്കെ ആയപ്പോൾ ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി. ഇപ്പൊ 4 വയസ്സായിട്ടുള്ള ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് നല്ല ഹെയർ ഉണ്ട്. യുവർ ഗേൾ മസ്റ്റ് ബി ബ്യൂട്ടിഫുൾ മിക്സ് കേൾ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇവളുടെ വീട്ടിലൊക്കെ അറിഞ്ഞു. പിന്നെ ലാസ്റ്റ് അച്ഛൻ്റെ അടുത്ത് സോറി പറഞ്ഞു. സോ ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ വല്ല മറ്റേ ഇറക്കി വിടുന്ന പരിപാടിയൊന്നുമില്ല അവിടെ. അതൊന്നും വലിയ കാര്യം ഇവിടുത്തെ കൾച്ചറിൽ. അത് ഈസ്റ്റ് ആഫ്രിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ആഫ്രിക്കയിലും സെൻട്രൽ ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആകെയുള്ള കുറച്ച് കൺസർവേറ്റീവ് ഈ കുറച്ച് നോർത്ത് ആഫ്രിക്കൻ കൺട്രീസ്, അതായത് മൊറോക്കോ, ഈ മുസ്ലിം രാഷ്ട്രങ്ങളാണ് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സംഭവമല്ലേ. ഇപ്പോൾ സെറലിയോണ് മുസ്ലിം രാഷ്ട്രമാണ്, മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. എന്നാലും വലിയ യോ മുസ്ലിം, ഇവര് മുസ്ലിംസ് ആണ്. എന്നാലും ഇവർക്ക് അത് വലിയ ഒരു പുത്തരി ഒന്നുമല്ല, മനസ്സിലായല്ലേ? ഇപ്പൊ പുള്ളിക്കാരിക്ക് 4 വയസ്സായിട്ടുള്ള ഒരു ട്രോഫി ഉണ്ട് കേട്ടോ, ഒരു ലെബനീസുകാരൻ. എന്റെ Today I sleep down. You sleep in the bed, okay? I don't have problem if you sleep up in the bed. I don't have problem. ഞാൻ പറഞ്ഞേ, ഞാന് തറയിൽ കിടക്കാം, നിങ്ങള് ബെഡിൽ കിടന്നോളാം. അപ്പൊ എന്റെ അടുത്ത് പറയാം എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. അവളുടെ എന്താ ചോദിക്കുവാണെന്ന്. നീ ബസ്സിൽ കണ്ടല്ലേ ഉള്ളു അവന്. ഉടനെ അവനെ ഇഷ്ടപ്പെട്ടോന്ന് അവളുടെ അച്ഛൻ ചോദിച്ചോന്ന്, നിനക്ക് ഇനി വേണോന്ന് ആരെങ്കിലൊക്കെ. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല കേട്ടോ ഇങ്ങനെ കേട്ടോ. ആഫ്രിക്കയുടെ മറ്റൊരു റിയാലിറ്റിയാണ്. ഞാൻ ഇന്ന് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, കഴിവാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് അയച്ചത്. ഹോട്ടലിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല കേട്ടോ. പൈസ ആണെങ്കിൽ വിചാരിക്കുന്നത് മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ ഓടിയാണെങ്കിൽ പൈസ ആവുന്നത്. ഇവിടെ കറണ്ടും വെള്ളമൊന്നുമില്ല. ഞാൻ കുളിക്കാൻ വേണ്ടി കയറി, ഒരു വെള്ളമില്ല. ചേച്ചി അപ്പുറത്ത് കുളിക്കാൻ വേണ്ടി കയറി, അവിടെയും വെള്ളമില്ല. ഒരു സ്ഥലത്തും വെള്ളവും ഒരു സംഭവം ഇല്ല. എന്താ അവസ്ഥ കേട്ടോ. നമ്മുടെ ചേച്ചിയല്ല അനിയത്തിക്ക് എന്തോ ഒരു കഥ പറയാനുണ്ടാന്ന്. You say that Indian people don't like black people? Why? What is your experience? Because some of them they are racist. Some of them they are not believe on horse. They did not have comfortable on horse because like comfortable on. What I mean, they did not have confidence. Confidence. Yes, on horse because they think that we are not the same. Oh, okay. Yes. The other time I have my Indian friend is a guy, they call him Jupak. So sometimes he go with me to India. I never know the way they pray. So when I went, You went to India? No, this Indian temple. Okay, you went to Indian temple with him? Yes, in okay. Kisi Road. So I did not know in how Freetown? In Freetown they have Indian temple there. Okay, Indian ക്ഷേത്രം ഫ്രീടൗണിലുണ്ട്. അവിടെ പോയി. Okay. Yeah, in Wilkisi Road. So you will? Wilkisi Road, that the temple was there. Okay. Indian temple. Okay. So I don't know how they pray. So like when the guy invites me to go to the temple, I just see him, they give him white necktie, he put the necktie on his head.
So he ring the bell like this, boom. So me too, when I come, they give me white head. So I put it on my head, I ring the bell, boom. So we go to the temple, started dancing. Okay. Dancing upon dancing. I said, this is the way they worship their God. They said, yes, this is the way they But why you serve their feel God. racist? Were there racist there? Yes. How? Like the rice, some of them they put rice, apple, banana. Some of them they put money. They have those color. Yeah, I know. They sprinkle Yeah. on it. Yeah. Some of them they burn it. After the program finished, we went where they all type of food that you want, you will Eat. eat. Okay. It's a nice place. They didn't give Very you nice. food? They will give. But why you said racist? Huh? Why you said they are racist? Why I said they are racist? Because many of them they did not like black. They just like black to work with them, to be there like something, there like slave to them. But even when I went to the Indian temple, like I meet some ladies, they are black, they are joining them dancing. Even the other man that's beating the drum is black too. I said, wow. I said, so this temple, black people, they are coming here Okay. to അതായത് ക്ഷേത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ഇന്ത്യക്കാരൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയി ഇവർ പറഞ്ഞത് ഇന്ത്യക്കാര് ഭയങ്കര റൈസിസ്റ്റ് ആണ്, ബ്ലാക്ക് ആളുകൾക്ക് പൊതുവെ ബ്ലാക്ക് ആളുകളെ ഇവർക്ക് ഇഷ്ടമില്ലെന്നാണ്, ഇന്ത്യക്കാർക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നുമല്ല, ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഐ ആം ഗുഡ്. Everyone it's fine. I'm brown, I'm black, almost black. I'm brown but almost black. സോ അപ്പോൾ ഇവർ റേസിസ്റ്റ് ആണ്. ഇവർക്ക് ഇന്ത്യക്കാർക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ മാത്രമേ ആഫ്രിക്കക്കാരെ ഈ കറുത്ത ആൾക്കാരെ താല്പര്യമുള്ളൂ, അല്ലാതെ ഇവർ റേസിസ്റ്റ് ആണ് എന്തെന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിക്കാരി ഫ്രീ ടൗണിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് സിക്ക് ടെമ്പിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ, സിക്ക് ആയിരിക്കണം. അതായത് ടർബനൊക്കെ കെട്ടി ഇങ്ങനെ തലപ്പാവ് കെട്ടി അങ്ങനെ ആയിരിക്കണം. ഓ, നമ്മുടെ ഇലക്ട്രിസിറ്റി വന്നു. ഇലക്ട്രിസിറ്റി ഈസ് ബാക്ക്. വാവ്, കറണ്ട് വന്നു കേട്ടോ. 7 മണിയായപ്പോൾ കറണ്ട് വന്നു. കറണ്ട് വന്നാലേ വെള്ളവും വരുള്ളൂ. ഇതാണ് വാഷ്റൂം. റൂം റെഡിയാണ് കേട്ടോ. എൻ്റെ മുടി കണ്ടില്ല, എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടി ഇപ്പുറത്തെ റൂമിലോട്ട് ഞാൻ വന്നു. മോസ്കിറ്റോ. ഞാൻ കുളിച്ച് റെഡിയായി വന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. വാലന്റൈൻസ് ഡേ ഡിന്നർ. ലുക്ക് മൈ വാലന്റൈൻ. ഇതാ റെഡൊക്കെ ഇട്ട് put on Valentine. Valentine, where is the flower? Okay. എന്റെ വാലന്റൈൻസ് ഡേക്ക് ഞാൻ എന്റെ വാലന്റൈൻസ് ഗേളിന് ഗിഫ്റ്റ് കൊടുക്കാണ്. കം ഓൺ, യു ഹാവ് ടു ടേക്ക് ഇറ്റ്. Make me sing, yeah? You have to give me in a romantic way, you know? Okay. In a romantic way. നമുക്ക് വീഡിയോ എടുക്കാൻ വേറെ ഒരാളുണ്ട്. ഓക്കെ, വീഡിയോ ഇസ് ഓൺ ഓൾറെഡി. യു ഹാവ് ടു സ്റ്റാൻഡ്. ഞാന് റൊമാൻറ്റിക് അല്ലല്ലോ. Romantic way. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോയില്ലേ? താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. Happy Valentine Day. എന്റെ അടുത്ത് ആള് പറയുവാണ്, നിന്റെ ഈ ഡ്രസ്സ് നിനക്ക് നല്ല സ്യൂട്ട് ആവുന്നത് എനിക്ക് തന്നതാണ് കേട്ടോ. ദിസ് ഈസ് ഷുഡ് ഐ കൺസിഡർ ദിസ് ആസ് മൈ വാലന്റൈൻസ് ഗിഫ്റ്റ്? Should I consider this t-shirt as my Valentine's gift? Yes. Okay, you purposefully gave me. Yes. ഓക്കെ, എന്റെ വാലന്റൈൻസ് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. എനിക്ക് വാലന്റൈൻസ് ഡേ ഇല്ലാന്ന് പറയിലും. അങ്ങനെ ഹിച്ചേക്കിംഗ് നൊമാഡിന്റെ വാലന്റൈൻസ് ഡേയിൽ റിവീൽ ചെയ്യുവാണ് കേട്ടോ. ഹിച്ചേക്കിംഗ് നൊമാഡിന്റെ വാലന്റൈൻ ഗേൾ. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്ത സാധനമാണ് ഈ കാണുന്നത്. ഫ്രൈസും കുക്കുംബറും ഇവരുടെ മയണൈസും ഇതും. പുള്ളിക്കാരി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ചിലപ്പോൾ ഇപ്പം അങ്ങനത്തെ ഇവരുടെ ആഹാരമൊന്നും എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. സ്പെഷ്യലി എനിക്ക് കഴിച്ച് ഒന്നും വരണ്ട എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇന്ന് അങ്ങനെ കഴിച്ചതെന്നോ, ഇന്ന് രാവിലെ മലയാളി ചേട്ടൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇന്നലെ എന്തോ അവരുണ്ടാക്കി കുറച്ച് ചോറും കുറച്ച് എന്താ വെജിറ്റബിൾ റൈസ് ഉണ്ടോ, പിന്നെ കഴിച്ചത് ഒരാപ്പിള്, ആ മുള്ളാത്തിച്ചക്കയുടെ കുറച്ച് ഭാഗം, ബാക്കിയുള്ള അവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ എന്താ കഴിച്ചത്? പിന്നെ ഒരു പഴം. അത്ര കഴിച്ചേ ഉള്ളൂ. വിശന്നാലും എനിക്കിപ്പോൾ കുഴപ്പമില്ല. വിശന്നാലും പുറത്തുനിന്നൊക്കെ കഴിക്കുന്നില്ല കേട്ടോ. അതേസമയം ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും കഴിക്കുന്നുണ്ട്. എനിക്കന്ന് ഹെപ്പറ്റൈറ്റിസ് പത്തം പിടിച്ചില്ലേ, അതിനുശേഷം ഞാൻ ഭയങ്കര ഒരു കോൺഷ്യസ് ആണ് കേട്ടോ. ഇത് തന്നെ വിശന്നുകൊണ്ട് വേറെ ഒന്നുമില്ല. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
ഞാൻ വയ്ക്കുന്നതാ. അതെ, ഞാൻ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കുമ്പോ ഇവര് സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് എന്തോ പറയാണ്. Say that again. You are a guest, right? Okay. I will treat you like a guest. Oh, നിങ്ങള് Do എന്റെ not pay for അതിഥിയാണ്. anything. Anything? Pay, yeah. I will pay. I will treat you like a guest. നിങ്ങൾ എന്റെ അതിഥിയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ നിങ്ങൾ എന്റെ അതിഥി ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ അതിഥിയെ പോലെ തന്നെ നോക്കണം. നമ്മൾ താമസിക്കുന്ന ഹോട്ടല് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ധാരാളം കാറുകളൊക്കെ വന്നു. ഇത് റിസപ്ഷൻ ആണ്. ഇവിടെ AC റൂം, നോൺ AC, കുറെ കാറുകൾ കിടപ്പുണ്ട്, കുറെ ഗസ്റ്റുകളുണ്ട്.